കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ധാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണത്തിലെ ഏറ്റവും വിവാദമുണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യം, ഏത് വേദിയിലും ഹിന്ദു വിരുദ്ധരായ ആൾക്കാർ ഹിന്ദുക്കൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു ചോദ്യം. അത് ചോദിച്ചും കൊണ്ടാണ് പലരെയും ഇവർ നാണം കെടുത്തുന്നത്. അറിയാത്ത ആൾക്കാരാണ്. അറിയുന്ന ആൾക്കാർ കൃത്യമായ മറുപടി കൊടുക്കും. എന്താണെന്നറിയോ? നിങ്ങളൊരു ശ്രീരാമൻ. എന്ത് ശ്രീരാമനാണ്? മര്യാദ പുരുഷോത്തമൻ എന്നല്ലേ പറയുന്നത്? പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ കൊടുമ്പനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണോ ഭർത്താവിൻ്റെ ധർമ്മം? ഇങ്ങനെയുള്ള ഒരാളെയാണോ നിങ്ങൾ ദൈവമായി കണക്കാക്കുന്നത്? സ്വന്തം മക്കളെ ഗർഭപാത്രത്തിൽ ചുമന്ന് നിൽക്കുന്ന സമയത്ത്, അതും പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിഷ്കരണം കൊണ്ടുപോയി കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച ആ ശ്രീരാമൻ എങ്ങനെയാണ് മര്യാദ പുരുഷോത്തമനാവുക? ഇതല്ലേ ചോദ്യം. പിന്നെ പുളിക്കും. ശ്രീരാമനെ പറ്റി എന്താ ഇവരാ മനസ്സിലാക്കി? ഇവരെന്തറിഞ്ഞിട്ടാണ് ശ്രീരാമനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിലാണ് ഇതുള്ളത്. ഉത്തരകാണ്ഡത്തിലുണ്ടെങ്കിലും ഇവരെന്ത് വേണമെന്നറിയോ? രാമായണം കൃത്യമായിട്ട് വായിക്കണം. ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ബാലരമയും ബാലമംഗളും ഒക്കെ വായിച്ചിട്ട് പറയുന്നതാണോ ഒരു സംശയം. അതല്ലെങ്കിൽ അമർ ചിത്രകഥ രാമായണത്തിൻ്റെ. യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കേണ്ടത് വാൽമീകി രാമായണം നമ്മൾ നിർബന്ധമായിട്ടും വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മളോട് ആരെങ്കിലും ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നമുക്ക് മറുപടി കൊടുക്കണ്ടേ? അതിനാണ് ഈ വാൽമീകി രാമായണത്തിൻ്റെ പ്രസക്തി. ഏതായാലും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്നാൽ മാത്രമല്ലേ നമുക്ക് നാളെ ആരെങ്കിലും ചോദിച്ചാൽ നമുക്കതിന് മറുപടി കൊടുക്കാൻ കഴിയും. ഇവിടെ ചിന്തിക്കേണ്ടത്, ശ്രീരാമചന്ദ്രൻ സീതാദേവിയും രാമരാവണ യുദ്ധത്തിന് ശേഷം കൊട്ടാരത്തിൽ വളരെ സന്തോഷവതിയായിട്ട്, വളരെ സന്തോഷവന്മാരായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ശ്രീരാമൻ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആൾക്കാരെ അയക്കും. എന്തിനാണെന്നറിയോ? അവരുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ദൂതന്മാർ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് അത് ചിലപ്പോൾ പുറത്ത് പറയില്ല. രാജാവിനോടുള്ള ഭയഭക്തി കൊണ്ട് രാജാവിനോടൊന്നും പ്രകടമാക്കില്ല. എന്നാൽ ഇവരുടെ ഉള്ളിൽ എന്താണ്, ഈ രാജഭരണത്തെക്കുറിച്ച് പുറത്തെന്താണ് പറയുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾക്ക് ഈ ഭരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ പോലും എടുത്ത് ജയിലിലിടും. അവസ്ഥ അതാണ്. അല്ലെങ്കിൽ പിറ്റേന്ന് ഏതെങ്കിലും തരത്തിൽ കേസ് ഉണ്ടാക്കി അവരെ ഇതാവും, ഉറപ്പാ. അവർക്ക് പിന്നെ ലോൺ കിട്ടില്ല, അവർക്ക് മറ്റുള്ള പ്രശ്നം വരും, അവരുടെ പാർട്ടിക്കാർ പ്രശ്നമാക്കും, അങ്ങനെ പലതും വരും. പണ്ട് അങ്ങനെയല്ല. രാജാവ് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരുന്നു ഭരിച്ചിരുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആൾക്കാരെ വിടുമായിരുന്നു. ഈ ദൂതന്മാരെ ഓരോ ഭാഗങ്ങളിൽ ഗ്രാമാന്തരം തോറും വിടുമായിരുന്നു അയോധ്യയിലെ രാജാവായ ശ്രീരാമചന്ദ്രൻ. ഈ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായ സീതാദേവി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഈ രാജഭരണത്തിൽ താല്പര്യമുള്ളതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതീവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് പോലെ തന്നെ തൻ്റെ ഭാര്യയായ സീതാദേവിയുടെ കാര്യത്തിലും അതീവ ജാഗ്രത പുലർത്തിയിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരവസരത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും തൻ്റെ ആ സീതാദേവിയുടെ സത്രമഞ്ചക്കട്ടിലിൽ കിടന്ന് രണ്ടാളും ഇങ്ങനെ നർമ്മസല്ലാപത്തിൽ മുഴുകുമ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. സീതാദേവിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? നമ്മൾ ഭാര്യ ഗർഭിണിയാണെങ്കിൽ പറയാറുണ്ട് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണമെന്ന്. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഗർഭിണിയാണെങ്കിൽ അവർക്ക് പറയും പുളിമാങ്ങ വേണം, അല്ലെങ്കിൽ അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ? ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, മൈഥിലിക്ക് എന്താണ് ആവശ്യം? നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ പറയാം. നിനക്കിപ്പോൾ പൂർണ്ണ ഗർഭിണിയാണല്ലോ, നിനക്ക് എന്താണ് വേണ്ടത്? ഇത് ചോദിക്കുമ്പോൾ മൈഥിലിയായിട്ടുള്ള സീതാദേവി പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ പണ്ട് വനവാസത്തിന് പോയില്ലേ? ആ വനവാസത്തിന് പോയ സമയത്ത് എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത, ഏറ്റവും അനുഭൂതിയുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം. പക്ഷെ കൂടുതൽ കാലം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പ്രിയ പറഞ്ഞോളൂ, ഏത് സ്ഥലമാണെന്ന്? നിനക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലമുണ്ടല്ലോ, അത് ഏതാണെന്ന് പറയൂ. ഇത് കേട്ടപ്പോഴാണ്
നമ്മളെ മൈഥിലി പറഞ്ഞു, ആ വാൽമീകി ആശ്രമമുണ്ടല്ലോ, എന്തൊരു അന്തരീക്ഷം അവിടെ. അവിടെ പാമ്പും എലിയും തമ്മിൽ കളിക്കുന്നു, പാമ്പും പക്ഷി മൃഗാദികൾ തമ്മിൽ ഇണപിരിഞ്ഞ് ഇങ്ങനെ കൂട്ടുകൂടി കളിക്കുക, സിംഹം മുയലിനോട് കൂട്ടുകൂടുന്നു. അങ്ങനെ എല്ലാ ജീവികളും അവിടെ മൈത്രിയോടുകൂടി ഒന്നിച്ച് കഴിയുന്നു. എല്ലാ തരത്തിലുള്ള ഫലമൂലാദികളും അവിടെയുണ്ട്. ഭൂമിയിലെ സ്വർഗമെന്ന് തോന്നിപ്പോകുന്ന അവിടെ കുറച്ച് കാലം കഴിയണമെന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. ശ്രീരാമചന്ദ്രനോട് സീതാദേവി പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് എവിടെയുണ്ട്? വാൽമീകി രാമായണത്തിലുണ്ട്. ഈ ഭാഗം വായിക്കാതെയാണ് പിന്നീട് എല്ലാവരും ശ്രീരാമചന്ദ്രനെ പഴി പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ശരി, നിനക്ക് അവിടത്തേക്ക് പോകാനുള്ളൊരവസരം ഉണ്ടാക്കിത്തരാം പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഓരോ ഭാഗത്ത് ഇങ്ങനെ പോയ ദൂതന്മാർ ഒരു തവണ വരുന്ന അവസരത്തിൽ ഈ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരു ദൂതന്മാർ ശ്രീരാമൻ്റെ സദസ്സിലേക്ക് എത്തി. ശ്രീരാമനോട് പറയണമെന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു മോശമായൊരു വിവരണം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞോളൂ. രാജാവേ, അത് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമായാലും പറഞ്ഞോളൂ. കാരണം ഞാൻ രാജ്യം ഭരിക്കുന്ന അവസരത്തിൽ ഒരാൾക്ക് പോലും മനസ്സിനൊരു പ്രശ്നം ഉണ്ടാവരുത്. ഈ ചിന്ത അദ്ദേഹം എന്ത് ചെയ്ത് നിർബന്ധിച്ചപ്പോൾ രാജഭടൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഇന്ന ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ബഹളം നടക്കുന്നുണ്ടായിരുന്നു. നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് ഭാര്യ വേറൊരാളോടൊപ്പം പോയിട്ടുണ്ടായിരുന്നു, വേറെ പുരുഷൻ്റെ അപ്പുറം പോയിട്ട് അവൾ അയാളെ വേണ്ട, എൻ്റെ ഭർത്താവ് തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഇദ്ദേഹം അവളെ വീട്ടിനകത്ത് കയറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറയാനൊരു മടിയുണ്ട്. ശരി, എന്തായാലും പറഞ്ഞോളൂ. കണ്ടവൻ്റെ അപ്പുറം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തിണ്ണ നിരങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ഞാൻ ശ്രീരാമനൊന്നുമല്ല. സീതാദേവിയെപ്പോലെ രാവണൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ് അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് ഇയാളാണ് കേമൻ എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കില്ല, അതിന് ശ്രീരാമനെ പറ്റൂ എന്ന് വെച്ചാൽ സീതാദേവി പിഴച്ചവളാണ് എന്നുള്ള ഒരു സൂചനയാണ് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാവണൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞവളാണ് എന്നുള്ളത്. കൊട്ടാരത്തിലല്ല കഴിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട് രാജന്മാർ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ശരി, നിങ്ങൾ പോയിക്കോളൂ. ശ്രീരാമചന്ദ്രൻ ആകെ മാനസികമായിട്ടൊരു പ്രയാസമായി. ഇവിടെ രണ്ട് തീരുമാനമാണ് എടുക്കേണ്ടത്. ഒന്ന്, രാജ്യത്തെ രാജാവിനെതിരെ ഒരു ദോഷം വന്നിട്ടുണ്ട്. കാരണം എന്താ? തെറ്റ് ചെയ്തവളെ സ്വീകരിച്ചു. അപ്പോൾ തെറ്റ് ചെയ്തവളായ ഒരാൾ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെ മറ്റുള്ള എല്ലാ സ്ത്രീകൾക്കും അതൊരു പ്രചോദനമാണ്. കാരണം എന്താ? എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഭർത്താക്കന്മാർ സ്വീകരിക്കണം. കാരണം ഭാര്യമാർക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അത് കണക്കാക്കും. ശരിയല്ലേ? കാരണം സീതാദേവി എവിടെ പോയിട്ടുണ്ട്? രാവണൻ്റെ കൊട്ടാരത്തിൽ ഒരു വർഷക്കാലത്തോളം കഴിഞ്ഞു. അതിനുശേഷം അവരെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ശ്രീരാമൻ്റെ ഒപ്പം വീണ്ടും വന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ അതുപോലെ ഇവിടെയുള്ള സ്ത്രീകൾ ചെയ്താൽ അതിങ്ങനെ തെറ്റാവുക. കാരണം രാജാവിനെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത്. രാജാവ് എന്ത് ചെയ്യുന്നു അത് ശരിയായിരിക്കും, ഗുരു എന്ത് ചെയ്യുന്നു അത് ശരിയായിരിക്കും, അത് ശിഷ്യന്മാർ പഠിക്കും. അപ്പോൾ രാജാവ് മാതൃകാ പുരുഷനായിരിക്കണം. അപ്പോൾ രാജാവിൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ സ്ത്രീകളും അങ്ങനെ ചെയ്താൽ അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. നാളെ ഈ പരാതിയുമായിട്ട് ശ്രീരാമൻ്റെ സദസ്സിലേക്ക് വന്നു കഴിഞ്ഞു എന്നിരിക്കട്ടെ. ശ്രീരാമൻ്റെ സദസ്സിൽ വന്നിട്ട് പറയുകയാണ്, രാജാവേ, എനിക്ക് ഇവളെ സ്വീകരിക്കാൻ പറ്റില്ല, കാരണം ഇവള് എന്നെ ഉപേക്ഷിച്ച് വേറെ ഒത്തനപ്പുറം പോയതാണ്, ഇപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയും, എന്തേ പറ്റാണ്ട്? ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചില്ല, അവനെന്താ നിനക്ക് സ്വീകരിച്ചാലെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടാവില്ല. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കൃത്യമായിട്ട്. ഇങ്ങനെ ഒരു പരദൂഷണം രാജാവിനെക്കുറിച്ച് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു പരദൂഷണം വന്നു കഴിഞ്ഞാൽ അത് ആ രാജാവിൻ്റെ വിലയിടിയും. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി തെറ്റുകാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ പ്രജകളും അത്തരത്തിലാകും. അപ്പോൾ രാജ്യത്ത് അരാജകത്വം നടമാടും. അതില്ലാതാവണമെങ്കിൽ ഇവിടെ അങ്ങനൊരു വാക്കുകൾ ഉയരാൻ പാടില്ല. അതിന് ഞാൻ മാതൃകാപരമായ പ്രവൃത്തി ചെയ്തേ പറ്റൂ. രാജാവാണെങ്കിൽ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറണം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സീത പൂർണ്ണ ഗർഭിണിയാണ്, അവൾ തെറ്റുകാരിയല്ല എന്ന് എനിക്ക് 100% അറിയാം. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇത് ഞാനിപ്പം ആ കുറ്റം പറഞ്ഞ ആൾ അങ്ങ് കൊന്നു കളഞ്ഞാൽ തന്നെ ഇത് ആ ഭർത്താവ് കേട്ടിട്ടുണ്ട്, ഈ ഭടൻ കേട്ടിട്ടുണ്ട്. ഇവരിലൂടെ ഇനി ആരൊക്കെ ഇതറിയും?
പല ആൾക്കാരും ചെവിയോട് ചെവി ചേർത്ത് അല്ലെങ്കിൽ ചെവിയോട് വാ ചേർത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായി പറഞ്ഞ് നാട് മുഴുവൻ തന്നെ ഇത് പരക്കും. ഈ പരന്നത് എന്താവും? നേരെ കൊട്ടാരത്തിലേക്കും ഇവരെത്തും. കൊട്ടാരത്തിലെ അന്തഃപുരവാസികൾക്കിടയിൽ ഈ സംസാരം ഉണ്ടാവും. ഈ അന്തഃപുരവാസികൾ ഈ സംസാരിക്കുന്ന സമയത്ത് അവരിലൂടെ ആരറിയും? സീതാദേവി അറിയും. സീതാദേവി ഈ കാര്യം അറിയുമ്പോഴെന്തായി? പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മാനസികമായിട്ട് വലിയൊരു പ്രയാസമുണ്ടാകും. താങ്ങാൻ പറ്റുന്നതിലേറെ. തെറ്റുകാരിയല്ലാഞ്ഞിട്ടും വലിയൊരു തെറ്റ് ചെയ്തവളായി സമൂഹം മുദ്ര കുത്തുമ്പോൾ അത് സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതിനേക്കാളേറെ മരണ. തെറ്റ് ചെയ്യാത്ത ഒരാളെ സമൂഹം തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തി ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ മരണമാണ് ഉത്തമമെന്ന് പലരും ചിന്തിച്ചു പോകും. ശരിയല്ലേ? പലരും തെറ്റ് ചെയ്യാണ്ട് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് പലരും. പക്ഷെ അവർ നിരപരാധികളായിരിക്കും. അപ്പോൾ അവർ യാതൊരു മാർഗ്ഗമില്ലാണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും പറയും അവൻ തെറ്റുകാരൻ, അവൻ പെണ്ണിനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അത് മോഷ്ടിച്ചു, ഇതൊക്കെ പറയുമ്പോൾ അവർ മാനസികമായി തളർന്നു പോകും. അപ്പോൾ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് ആ കുട്ടികളെപ്പോലും ബാധിക്കും. അമ്മയുടെ ആരോഗ്യമാണ് കുട്ടിയുടെ ശക്തി. അമ്മ മാനസികമായി തളർന്ന മാനസികമായിട്ട് ഒരു വളർച്ചയില്ലാത്ത ഒരു കുട്ടിയായിരിക്കും ഇവിടെ ജന്മം നൽകുക. അതുണ്ടാവാൻ പാടില്ല. ഇത് ശ്രീരാമന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ രണ്ട് ചെകുത്താനും കടലിന് വെടിയിൽപ്പെട്ട പോലെ സീതാദേവിയെ ഭർത്താവെന്ന രീതിയിൽ സീതാദേവിക്ക് സംരക്ഷണം വേണം, രാജാവെന്ന രീതിയിൽ അവിടെ നീതി നടപ്പിലാക്കുകയും വേണം. എന്തു ചെയ്യും? അവിടെയാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ ആ രാജാവ് എന്നുള്ള അധികാരവും ഭർത്താവ് എന്നുള്ള അധികാരവും ഒരേപോലെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടിനും ഇലക്കും ഉള്ളിനും കേടില്ലാത്ത വിധത്തിൽ പ്രശ്നം പരിഹരിക്കുന്നത്. എന്താണെന്നറിയോ? സീതാദേവി തൊട്ട് മുമ്പ് ദിവസം എന്താ പറഞ്ഞത്? എനിക്ക് വാൽമീകി ആശ്രമത്തിൽ കുറച്ച് കാലം കഴിയണം എന്നുള്ളൊരാഗ്രഹം. നമ്മൾ വാൽമീകി രാമായണം എടുത്ത് നോക്കണം. അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കഴിയണമെന്നുള്ളൊരു മോഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരവസരം ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇവിടെ സമൂഹത്തിൽ നിന്നും ഞാൻ സീതയെ ഉപേക്ഷിക്കുന്നതായിട്ട് നടിക്കേണ്ടി വരും. ഇവിടെ ഹൃദയവേദന ആയിരിക്കേണ്ടതെന്നറിയോ? ശ്രീരാമനാണ്. സീതാദേവി ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കുന്നു. പക്ഷെ വിരഹദുഃഖം മുഴുവൻ ശ്രീരാമചന്ദ്രനാണ്. കാരണം രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാവ് എന്നുള്ള ഭാരം തലയിലുള്ളത് കൊണ്ട് ശ്രേഷ്ഠമായിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റുകാരനല്ലാത്ത വിധത്തിൽ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് സീതാദേവിയെ അവിടെ വനത്തിൽ കൊണ്ടാക്കുന്നു. ലക്ഷ്മണനോട് പറഞ്ഞിട്ട് വാൽമീകി ആശ്രമത്തിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അവിടെയാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. അവിടെ യഥാർത്ഥത്തിൽ മറ്റുള്ള രാമായണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്തിവാസ രാമായണമായാലും കമ്പരാമായണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നറിയോ? ശ്രീരാമചന്ദ്രനും സീതാദേവിയും പല രാത്രികളിലും ആ നാരായണനും നാരായണിയും എന്ന ഭാവത്തിൽ അവർ ഒന്നിച്ച് ചേരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ആനന്ദരാമായണത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പല വാൽമീകി ആശ്രമത്തിൽ ശ്രീരാമചന്ദ്രൻ ചെല്ലുന്നതെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? സീതാദേവിയെ ഉപേക്ഷിച്ച് പൂർണ്ണ ഗർഭിണിയായാൽ അവിടെ ഉപേക്ഷിക്കണം പ്രജകൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ മാതൃകയാക്കേണ്ടത് ശ്രീരാമന് വേറൊരു കാര്യങ്ങളുണ്ട്. അവിടെ ഭർത്താവിൻ്റെ അതേ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് തൻ്റെ സുഖത്തിന് വേണ്ടിയല്ല, രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ നിന്നും ഒരു തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ കേൾക്കാൻ ഇടവരരുത്. അങ്ങനെ കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ ആ രാജ്യത്ത് അധികാരിയായിരിക്കാൻ അർഹനല്ല. അത് ശ്രീരാമചന്ദ്രൻ അവിടെ കൃത്യമായി പാലിച്ചു. ഇന്ന് നിങ്ങൾ ഖജനാവ് കട്ടുമുടിച്ചു, അഴിമതി നടത്തി, അതുപോലെ പല കാര്യങ്ങൾ ചെയ്താലും അന്വേഷിച്ച് കണ്ടെത്തിയാലും തൊലിക്കട്ടി കണ്ടാമൃഗത്തിനേക്കാളും കൂടുതലായതുകൊണ്ട് അവരൊരിക്കലും രാജിവെക്കുന്നില്ല. അവർ പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറയും. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. ഇവിടെ ആരോപണം ശ്രീരാമന് പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അധികാരം ഉപയോഗിച്ച് അയാളെ കൊന്നുകളയാം, പക്ഷെ അതൊന്നും ചെയ്തില്ല. അവിടെ കൃത്യമായി നീതി നിർവഹണം. കാരണം ഒരു രാജാവിനെതിരെ ഒരാരോപണം വന്നു കഴിഞ്ഞാൽ ഒരാളുടെ, അതും താഴേക്കിടയിൽ ഒരു അലക്കുകാരൻ്റെതാണ്, ഒരു അലക്കുകാരനായ ഒരാളുടെ ഒരു ആരോപണം വന്നപ്പോൾ അതുപോലും കേൾക്കാനും അത് മുഖവിലക്കെടുക്കാനും അതിന് ഇനി നാളെ ഇത് ഒരാൾ പറയാൻ ഇടവരാത്ത വിധത്തിൽ സീതാദേവിയെ വനത്തിലേക്ക് കൊണ്ടാക്കി ഉപേക്ഷിച്ചു എന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു. സീതയ്ക്ക് മുന്നിൽ ശ്രീരാമൻ ഉപേക്ഷിക്കുന്നില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സീതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്താണ്
സീതയെ കൊണ്ട് ചെന്നാക്കിയിട്ടില്ല. കാരണം ഒരു ഗർഭിണിയായ സ്ത്രീക്ക് വേണ്ടത് മാനസികമായ സന്തോഷമാണ്. ആ സന്തോഷം അവൾക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ കൊണ്ടാക്കും. നമ്മൾ ആലോചിച്ച് നോക്ക്, ഗർഭിണിയായിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ അവസ്ഥ മാത്രം ചിന്തിച്ചാൽ മതി. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ നമ്മൾ എവിടെയാണ് കൊണ്ടാക്കുക? അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ വീട്ടിലാണ് കൊണ്ടാക്കുക. ഭാര്യ വീട്ടിൽ നമ്മൾ കൊണ്ടാക്കുക. ഈ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ അവൾ പോകില്ല. എന്നാൽ 90% ആൾക്കാരും അവൾ പൂർണ്ണ ഗർഭിണിയായി കഴിഞ്ഞാൽ 6-ാം മാസം കഴിഞ്ഞാൽ പിന്നെ അവളെ നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുമ്പോൾ സമ്മാനങ്ങളും മറ്റും കൊണ്ടാണ് അവളെ കൊണ്ടാക്കുക. എന്നിട്ട് പ്രസവം കഴിഞ്ഞ ശേഷം കുട്ടിയും കൂട്ടിയിട്ട് തിരിച്ചു വരിക. അത് തന്നെയല്ലേ നടന്നിട്ടുള്ളത് രാമായണത്തിൽ. നമ്മൾ എന്തുകൊണ്ടത് ചിന്തിച്ചില്ല? അതാണ് ശരിക്കും അവിടെ നടന്നിട്ടുള്ളത്. ഈ കാര്യം അറിയാതെയാണ് പലരും ശ്രീരാമചന്ദ്രനെയും ഒക്കെ പഴിവാചാരുന്നത്. അപ്പോൾ എന്ത് വേണമെന്നറിയോ? അവരോട് കൃത്യമായിട്ട് പറയണം, തലേ ദിവസം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത് നിങ്ങൾ അറിയണമെങ്കിൽ വാൽമീകി രാമായണം എടുത്ത് നോക്കണം എന്ന് പറയുക. ഏതായാലും ഇത്തരത്തിൽ ഉള്ള സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകും. ഇതൊക്കെ ഓരോ ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ വാട്സപ്പിൽ വോയിസ് മെസ്സേജായിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഇത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. അത് അടുത്ത പ്രഭാഷണത്തിലൂടെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾക്ക് രാമായണം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് ഈ രാമായണത്തിലുള്ള ശ്രീരാമൻ പറഞ്ഞു തരുന്നില്ലേ? ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നില്ലേ? അവളുടെ സുഖമാണ്, അവളുടെ സന്തോഷമാണ് പ്രധാനം, നമ്മുടെ സുഖമല്ല. അവിടെ ശ്രീരാമൻ വിരഹദുഃഖത്തിൽ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ ഒരു ഭാര്യയോട് എത്ര കണ്ട് ശ്രേഷ്ഠമായിട്ട് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഭാര്യയെ അവിശ്വസിക്കാതെയാണ് ശ്രീരാമചന്ദ്രൻ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് അതിലടിപ്പെട്ട് പോകരുത്. ഭാര്യയെ അവിശ്വസിക്കരുത്, ഭർത്താവിനെ അവിശ്വസിക്കരുത്. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ എല്ലാം ഫലം. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി നമ്മുടെ സജ്ജനങ്ങൾക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രഭാഷണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എന്ത് വേണം? ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഗുണം എന്നറിയോ? നിങ്ങൾക്ക് അടുത്ത ഞാൻ ഇറക്കുന്ന വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യരുത്, ചെയ്യാത്ത ആൾക്കാരാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഈ വീണ്ടും ഞാൻ ഏതെങ്കിലും ഒരു പ്രഭാഷണം കൂടി ഇടുമ്പോൾ നിങ്ങൾക്കത് മെസ്സേജ് ആയിട്ട് വരുന്ന ഒരു പ്രഭാഷണം വന്നിട്ടുണ്ട്, കണ്ടോളൂ എന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.